ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു പനീർ പ്രിപ്പറേഷൻ ആണ്. പനീറിൻ്റെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രേവി ഉണ്ട്, ഒത്തിരി സ്മൂത്ത് ആയിട്ടുള്ള ഗ്രേവി ആയിരിക്കും. അതുപോലെ പനീർ ഭയങ്കര സോഫ്റ്റ് പനീറാണ്. അപ്പം ഇതിൻ്റെ ഷാഹി പനീറാണ്. ഇത് നോർത്ത് സൈഡിലൊക്കെയാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ നമുക്ക് ആ പനീർ പ്രിപ്പറേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രിപ്പറേഷനാണ്. നമുക്ക് ആ റെസിപ്പി ചെക്ക് ചെയ്താലോ? മൈ നെയിം ഈസ് നിഷ. വെൽക്കം ടു നിഷാസ് ഹോം കുക്കിംഗ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് ഷാഹി പനീറാണ് ഉണ്ടാക്കുന്നത്. അത് നല്ല സോഫ്റ്റ് മുലായമായിട്ടുള്ളൊരു ഗ്രേവിയാണ് അതിൻ്റെത്. അപ്പോൾ അതിൻ്റെ രീതിയിലാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. ടേസ്റ്റും ഒത്തിരി നല്ലതാണ്. നമുക്ക് ആദ്യം ഒരു കടായി വെച്ചിട്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിക്കാം. ഒരു കറുവപ്പട്ട ഈ ഒരു നീളത്തിലുമാണ്. പിന്നെ ഒരു പൂലുണ്ടാക്കണം. പിന്നെ നമുക്കൊരു ഇതിടാം, ബേ ലീഫ് ഇടാം. ഇത് 3 ഏലക്ക ഇടുന്നുണ്ട്, ഒരു 3 ഗ്രാമ്പൂ ഇടുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു മിനിറ്റ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് 3 മുളക് ഫ്രൈ. ഇതൊന്നും ഒത്തിരി മൂപ്പിക്കണ്ട, ജസ്റ്റ് ഇതിൻ്റെ ഒരു ഒന്ന് കടക്കാവുമ്പോഴത്തേക്കും നമുക്ക് നിർത്താം. ഇനി ഇതിനകത്തോട്ട് കാഷ്നട്ട് ഒരു 1/4 കപ്പുണ്ട്, അത് പോവാം. ജസ്റ്റ് ഇട്ടു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ ഒരു പീസിലൊരു ഇഞ്ചി ഇടുന്നുണ്ട്. പിന്നെ ഒരു 3-4 വെളുത്തുള്ളിയുടെ പീസ് ഇടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 മീഡിയം സൈസ് സബോള. ഇതിനകത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അരിയാം, കാരണം നമുക്ക് കുഴപ്പമില്ല. ഇതിനകത്ത് ഉണ്ടാവുന്നത് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിന് വളരെ ഫൈൻ കട്ടിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങോട്ട് ഇട്ടാൽ മതി. കാരണം നമ്മൾ ഈ കാഷ്നട്ടും ഒക്കെ അരയ്ക്കുന്നത് കൊണ്ട് നമുക്ക് ഈ സബോളയും ഇതൊന്നും ഒത്തിരി വേണ്ട, കാരണം എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ചേർക്കണം. അതുപോലെ തന്നെ തക്കാളിയും 2 എണ്ണം ചെറുത് മീഡിയം സൈസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഞാൻ വെള്ളം ഒഴിക്കുവാണ്. ഈ വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിന് ഓഫ് ചെയ്തിട്ട് പിന്നെ തണുപ്പിച്ച് അരയ്ക്കാനാണ്. അപ്പോൾ തീ ഓൺ ചെയ്യാം, അടച്ചു വെക്കാം. ഒരു 1/2 ടീസ്പൂൺ ഷാഹി ജീരയുണ്ട്, നമുക്ക് അതും കൂടി ഇടണം. കാരണം എന്തിനാണ് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട്. നമുക്കിനി അടച്ചു വെച്ചിട്ട് നല്ലതായിട്ട് തിള വരുന്നവരെ നമുക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് ആയി, നമുക്ക് നോക്കാം. ഇത് കണ്ടോ, തക്കാളിയുടെയൊക്കെ തൊണ്ട് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാകുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിങ്ങനെ ഇത്രയും മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ഇത് ഓഫ് ചെയ്യാം. തണുത്ത് കഴിഞ്ഞിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സിയിലോട്ടിട്ട് അരയ്ക്കാം. ഇതിനകത്ത് അരയ്ക്കാൻ നേരത്തുണ്ടല്ലോ, നമ്മൾ നേരത്തെ ഇട്ട ഈ മസാല അതൊക്കെ മാറ്റുവാണ്, നമുക്കത് അരയ്ക്കേണ്ട. ഇതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടിയാൽ മതിയായിരുന്നു. ഇനി നമുക്ക് ഇച്ചിരി മസാലപ്പൊടി പിന്നീട് ചേർക്കാം. ഇതുണ്ട്, ടൊമാറ്റോയുടെ തൊണ്ട് നമുക്കിങ്ങനെ വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും എടുത്ത് കളയാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അരച്ച് കഴിയുമ്പോൾ അത് ചിലപ്പോൾ അതിന് ഫുള്ളായിട്ട് അരയാതെ കിടക്കുന്നത് പിന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് അതും കൂടി എടുത്ത് കളഞ്ഞേക്കാം. അപ്പോൾ നമ്മളിത് മിക്സിയിലോട്ട് എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഞാൻ നല്ല പോലെ സോഫ്റ്റായിട്ട് അരച്ചിട്ട് വരാം. നല്ല പോലെ സോഫ്റ്റായിട്ട് ഉണ്ടോ, ഇതുപോലെ നമ്മൾ നല്ല ഒരു കട്ടയിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ അടുത്ത പരിപാടി തുടങ്ങാം. അപ്പോൾ നമുക്കിനി അടുത്തത് ഒരു ക്യൂബിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇടുന്നത്. അപ്പം ഇനി ബട്ടർ വേണ്ടെങ്കിൽ ഓയിൽ എടുത്താൽ മതി, നമ്മുടെ സൺഫ്ലവർ ഓയിൽ എടുത്താൽ മതി. ഇനി അതിനകത്തോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. കാരണം നമുക്ക് കളർ കിട്ടത്ത് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് അത് വേണം. ഇത് മൂക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതൊന്നും കളറൊന്നും പോകാൻ പറ്റത്തില്ല, പെട്ടെന്ന് ചെയ്യണം. ഇതിനകത്തോട്ട് നമ്മൾ പനീർ ഇടുക. ഇതിപ്പോൾ 250 ഗ്രാം പനീറാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും കട്ട് ചെയ്യാം, ചെറിയ സൈസോ വലിയ സൈസോ ഡിപ്പെൻഡ്. ഒത്തിരി ചെറുതായ ഒരു രസം ഉണ്ടാവത്തില്ല എന്നുള്ളതേ ഉള്ളൂ. ഇത് നമ്മൾ ഇതിനകത്തൊന്ന് ജസ്റ്റ്, കാരണം ഇത് സോഫ്റ്റ് ആണല്ലോ ഈ പനീർ, ഒത്തിരി ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ പൊട്ടും. ഇതിനകത്തൊന്ന് മുക്കിയെടുക്കാനുള്ളതാണ് പരിപാടി. ഈ സമയത്താണ് നമ്മളിനി അരച്ച് വെച്ചിരിക്കുന്ന മസാലേനെ തൊട്ടിട്ട് കൊടുക്കാം. പനീർ സൂക്ഷിച്ച് ഇളക്കണം, കാരണം സോഫ്റ്റ് ആണ്, ഒടിയാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇളക്കുമ്പോൾ ഒത്തിരി ഇളക്കണ്ട. ഈ അരച്ച പാത്രത്തിൽ മസാല നമുക്ക് ഒരു ശകലം വെള്ളം ഒഴിച്ച് അതും കൂടി കഴുകിയെടുക്കാം. നിങ്ങളിപ്പോൾ അരയ്ക്കുമ്പോൾ നോക്കണം കേട്ടോ, നീട്ടം എന്തോരമൊക്കെ വരുന്നുണ്ടെന്ന്. ഒത്തിരി നീളണ്ട, വെള്ളം അനുസരിച്ച് എടുത്താൽ മതി. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് നല്ലപോലെ തിളച്ച് എല്ലാവർക്കും എണ്ണ തെളിയുന്നത് വരെ നമുക്കിതിനെ ഇതിൻ്റെ
സൈഡൊക്കെ അതിൻ്റെ ഓയിൽ നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും. ആ സമയം വരെ നമുക്കിതിനൊന്ന് നല്ല പോലെ തിളപ്പിക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോഴേ ഇതുവരെ ഉപ്പിട്ടില്ലായിരുന്നല്ലോ, ഉപ്പിടാം. കറിയുടെ കളറ് കണ്ടോ? ഇതുപോലെ നല്ലൊരു ലൈറ്റിഷ് ആയിട്ട് കളറ് വേണം. ഒരു റെഡിഷും യെല്ലോയ്ക്കും ഇടയിലായിട്ടുള്ള ഒരു കളറാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഒരു കറിക്കകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കണം. അത് നമുക്കൊന്ന് അടിച്ചെടുക്കാം, കാരണം അല്ലെങ്കിൽ പിന്നെ തിരിതിരിയായിട്ട് കിടക്കും. ഞാനൊന്ന് ഒറ്റ പൾസിട്ടിട്ട് വരാം. നമുക്ക് ഈ തൈരും കൂടി ഇതിനകത്തോട്ട് ചേർക്കാം. അടച്ചു വെച്ചിട്ട് തിളച്ച് നല്ല പോലെ തിള വന്ന് എണ്ണയൊക്കെ തെളിയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുകൊണ്ട് നല്ലതായിട്ട് തിളച്ച് സൈഡിലൊക്കെ ഇങ്ങനെ ഈ സാധനം വെച്ചിട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ ശ്രദ്ധിക്കണം. ഇച്ചിരി അരിയിലൊക്കെ ഇങ്ങനെ ടച്ച് ആവാനുള്ള സാധ്യത, പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇളക്കി കൊടുക്കണം. ഞാനിത് വെച്ച് കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോഴത്തേക്ക് സൈഡിൽ ഇച്ചിരി പിടി. പിന്നെ ഞാനത് കറക്റ്റായിട്ടത് മറ്റേ നോൺ സ്റ്റിക്ക് വെക്കണമായിരിക്കും നല്ലത്. കാരണം ഇത് അത്ര സോഫ്റ്റായിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് പാല്, ഞാനുണ്ടോ സാഫ്രോൺ ഇട്ട് വെച്ച പാലായിരുന്നു, അതും കൂടി ഇടുവാണ്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമായിട്ട് പാല് മാത്രം ഒഴിച്ചാലും കുഴപ്പമില്ല, സാഫ്രോൺ ചേർക്കണമെന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മറ്റേത് പനീർ പ്രിപ്പറേഷനേക്കാൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ള പനീർ പ്രിപ്പറേഷനാണ് ഇത്. സാധാരണ നമ്മളിവിടെ നിന്ന് അത്ര ഈ സൈഡിലേക്ക് നോർത്ത് സൈഡിലോട്ട് നല്ല ഇതാണ്, ഫേമസ് ആണ് ഷാഹി പനീർ. നല്ല പ്രിപ്പറേഷനാണ്, ഉണ്ടാക്കി നോക്കുക. ഈസിയാണ് സാധനം ഉണ്ടാക്കാനായിട്ട്. ഇനി ലാസ്റ്റ് ഇതുണ്ടോ നമ്മൾ റോസ്റ്റ് ചെയ്ത് ഇച്ചിരി പൊടിച്ച് വെച്ചിരിക്കുന്ന കസൂരി മേത്തിയാണ്. അതും കൂടി നമ്മളിതിൻ്റെ ഫ്ലേവർ ഇട്ട് കൊടുക്കുകയാണ്. അത് മസ്റ്റാണ് കേട്ടോ, പനീറിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അതും കൂടി ഇടാം. പിന്നെ ഇച്ചിരി ലാസ്റ്റ് നമുക്ക് ഇച്ചിരി ഗരം മസാല നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ലിറ്റിൽ കുറച്ച് മാത്രം ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കാം. ഈ ലാസ്റ്റ് നമുക്ക് ഒരു കുറച്ച് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഒഴിക്കുക. പിന്നെ എൻ്റെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഒഴിക്കുന്നു. നമ്മുടെ റിച്ച് ക്രീമി ആയിട്ടുള്ള ഷാഹി പനീർ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഗ്രേവി ഇതുപോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഗ്രേവിയാണ് വരണത്. അതുപോലെ തന്നെ ഇതിൻ്റെ നല്ല റിച്ച് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ്. അതുപോലെ നല്ല എന്താ പറയുക, മസാലയും നല്ല കറക്റ്റ് മസാലകളാണ് നമ്മൾ ഇടുന്നത്. ഒത്തിരി കൂടുതലുമില്ല, എല്ലാം വളരെ കുറച്ച് അളവിലേ ഉള്ളൂ. തക്കാളി ആയാലും സബോളയായാലും ഒക്കെ നല്ല കറക്റ്റ് കുറച്ച് അളവിലേ ഉള്ളൂ. പക്ഷേ ഇത് ടേസ്റ്റ് നല്ല ഗ്രേവി, നല്ല റിച്ച് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.